കർഷക പ്രസ്ഥാനങ്ങൾ. ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശ്. ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശ്. എങ്ങനെ ഓർത്തിരിക്കാം? ഭാരതത്തിലെ കൃഷിക്കാർ ഉത്തരത്തിൻ്റെ മുകളിലാണ് അവർക്ക് പത്തായങ്ങളുണ്ടായിരുന്നത് എന്ന് ഓർത്തിരുന്നാൽ. നമുക്കറിയാം പണ്ട് കാലത്ത് ഉത്തരത്തിൻ്റെ മുകളിലൊക്കെ പത്തായങ്ങളുള്ളവരുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഭാരതത്തിലെ കൃഷിക്കാർക്ക് ഉത്തരത്തിൻ്റെ മുകളിലുള്ള പ്രദേശത്താണ് പത്തായം ഉണ്ടായിരുന്നത്. പ്രദേശത്ത് എന്ന് പറയുന്നത് എന്താണ്? ഉത്തർപ്രദേശ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭാരതത്തിലെ കൃഷിക്കാർ. ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശ്. ഇനി ഷേത്കാരി സംഘടന മഹാരാഷ്ട്ര. ഷേത്കാരി സംഘടന മഹാരാഷ്ട്ര. ഷേത്കാരി എന്ന് പറയുമ്പോൾ ഷേക്ക് എന്ന് ഓർക്കാം അല്ലേ. ഷേക്കിന് ഒരു മഹാരാജാവിൻ്റെ പദവി ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ പറയും ഷേക്കാണ് എന്ന് പറയൂലേ. അപ്പോൾ അവിടുത്തെ വലിയ ഷേക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു നല്ലൊരു പദവി ഉള്ള വ്യക്തിയാണ്. അപ്പോൾ മഹാരാജാവിൻ്റെ പോലെ എന്ന് ഓർത്തിരിക്കാം. റയതാ സംഘം കർണാടക. റയതാ സംഘം കർണാടകയിലാണ്. അപ്പം നമ്മൾ റയത എന്ന് പറയുമ്പോൾ റെയിൻ എന്ന് ഓർക്കുക. റെയിൻ വന്നാൽ നമ്മൾ എപ്പോഴും എന്താണ്? കാറിലാണ് യാത്ര ചെയ്യുന്നതില്ലേ. കർണാടക. ഇനി സംയുക്ത കിസാൻ മോർച്ച ഡൽഹി അതിർത്തിയിലാണ്. സംയുക്ത കിസാൻ മോർച്ച ഡൽഹി അതിർത്തി. സംയുക്ത കിസാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ കൃഷിക്കാരെന്ന് പറയുമ്പോഴത്തേക്കാണ് അവർ സംയുക്തമായി ജോലി ചെയ്താൽ അവരെന്താണ്? എല്ല് മുറിയാണ് പണിയെടുക്കുന്നതിൽ. കൃഷിക്കാർ മൊത്തത്തിൽ എല്ലാവരും എടുത്താലും ഏത് കൃഷിക്കാരനായാലും അവർ എല്ല് മുറിയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ സംയുക്ത കിസാൻ എന്ന് ഓർക്കാം. സംയുക്ത കിസാൻ എന്ന് ഓർക്കാം. അവരെന്താണ്? എല്ല് മുറിയെ പണിയെടുക്കുന്നുണ്ട്. ഡെൽ എന്ന് പറയുന്നത് എല്ല് എന്ന രീതിയിൽ ഓർത്തിരിക്കാം. കറണ്ട് അഫയേഴ്സ് സംബന്ധമായ പോളുകൾക്കായി നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ഫോളോ ചെയ്യുക.